പേഷ്യൻസ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് ചില ടൈമിൽ നമുക്ക് ഈ സുജോക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇത് വെച്ച് ഡയഗ്നോസ് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. മെരീഡിയൻസ് എന്ന് പറയും. ഇപ്പോൾ എനർജി ഫ്ലോ ചെയ്യുന്ന ചാനൽസ് ആണ് മെരീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം അതിലുള്ള പോയിന്റ്സ് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നിങ്ങളിവിടെ റെസിഡൻറ്റ് ഡോക്ടേഴ്സ് ആണല്ലോ, പേഷ്യൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് നിങ്ങൾ 4 പേരാണ്. ക്യാൻ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് പ്ലീസ്? ഐ എം ഡോക്ടർ ശ്രീരാഗ്, മെഡിക്കൽ ഓഫീസർ നാച്ചുറോപ്പതി. എൻ്റെ വീട് ഇവിടെ തന്നെയാണ്, കണ്ണൂർ ജില്ലയിൽ തന്നെ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ കഴിഞ്ഞ 1 വർഷമായി പ്രത്യാശയിൽ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യുന്നു. ഞാൻ ഡോക്ടർ ജിനിഷ. ഞാൻ ഇവിടുത്തെ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസർ കം ട്രസ്റ്റി മെമ്പറാണ്. എൻ്റെ വീട് കണ്ണൂർ അഴീക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഞാൻ ഇവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 വർഷം പൂർത്തിയായിരിക്കുന്നു. ഞാൻ ഡോക്ടർ ആര്യ, കണ്ണൂർ ജില്ലയിലെ തന്നെ എരുവേശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് വീട്. ഇപ്പോൾ പ്രത്യക്ഷമായിട്ട് ഒരു 2 വർഷത്തോളം ഒരു പരിചയമുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ജോയിൻ ചെയ്തിട്ട് 2 മാസം ആവുന്നതേ ഉള്ളൂ. ആർഎംഒ പോസ്റ്റിൽ. എൻ്റെ പേര് മനീഷ, ഞാൻ ട്രസ്റ്റി മെമ്പർ കൂടിയാണ്. ഇവിടെ വന്നിട്ട് 10 വർഷമായി. കൂടാതെ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങൾ കൈകാര്യം ചെയ്യും. സുജോക്ക് തെറാപ്പിയുടെ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ഒന്ന് വിവരിക്കാമോ? കൈകളിൽ പരിശോധന നടത്തി രോഗാവസ്ഥ നിർണ്ണയിക്കുന്നത് എങ്ങനെയാണ്? സുജോക്ക് എന്ന് പറയുന്ന ഒരു വേർഡ് തന്നെ ഒറിജിനേറ്റ് ചെയ്യുന്ന കൊറിയനിൽ നിന്നാണ്. സു എന്ന് വെച്ച് കഴിഞ്ഞാൽ പാമും ജോക്ക് എന്ന് വെച്ചാൽ ഫീറ്റുമാണ്. നമ്മൾ ഇവിടെ നോർമലി പേഷ്യൻസിനെ നമ്മൾ ഈ ഒരു സുജോക്ക് ചെയ്യുന്നത് സെർട്ടൻ പ്രോബ് അല്ലെങ്കിൽ സീഡ്സ് ഇതൊക്കെ വെച്ചിട്ടാണ് അതിനുള്ള നമ്മൾ ഇവിടെ ചെയ്യാറുള്ളത്. ഇപ്പൊ നോർമലി ഒരു പേഷ്യന്റ് ഇവിടെ വരുന്ന സമയത്ത് നമ്മൾ അവരുടെ കയ്യിൽ കുത്തി നോക്കിയിട്ട്, കാരണം ഓർഗൻസിനെ കറസ്പോണ്ട് ചെയ്യുന്ന ഒരുപാട് പോയിന്റ്സുകൾ നമ്മുടെ പാമിലും ഫീറ്റിലും ഉണ്ട്. അതിനനുസരിച്ച് ഇവിടുന്ന് വരുന്ന പേഷ്യൻസിന് നമ്മൾ ഡേ 1 കൺസൾട്ടേഷൻ സമയത്ത് പ്രിക്ക് ചെയ്തിട്ട് അവർക്ക് എന്താണോ പ്രശ്നങ്ങൾ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇങ്ങോട്ട് പറയാതെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയാണ് സുജോക്ക് എന്ന് പറയുന്നത്. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പം പേഷ്യൻസ് നമ്മളോട് എക്സ്പ്ലെയിൻ ചെയ്യാത്ത പല കാര്യങ്ങളും നമുക്ക് ചില ടൈമിൽ നമുക്ക് ഈ സുജോക്ക് ചെയ്യുന്നതിലൂടെ നമുക്ക് അവർക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമൊക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ട്. സുജോക്ക് തെറാപ്പി രോഗനിർണയത്തിന് മാത്രമാണോ ഇവിടെ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട് അതൊരു ചികിത്സാ മുറയായി സ്വീകരിക്കുന്നില്ല? ഡയഗ്നോസ്റ്റിക് മെത്തേഡ് അല്ലാതെ നോർമലി ട്രീറ്റ്മെന്റ് പർപ്പസിനും കൂടി ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഓഫ് ട്രീറ്റ്മെന്റ് ആണ് സുജോക്ക്. അതിൽ നമ്മൾ നീഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പേഷ്യന്റിന് ബാക്ക് പെയിൻ പറയുകയാണെങ്കിൽ സുജോക്ക് നീഡിൽസ് വെച്ച് നമ്മൾ കറസ്പോണ്ടന്റ് ഏരിയയിൽ പ്രിക്ക് ചെയ്തിട്ട് അതിനുള്ള ഒരു സൊല്യൂഷൻ ഹീലിംഗിന് വേണ്ടി നമ്മൾ ചെയ്യാറുണ്ട്. സീഡ് തെറാപ്പി ചെയ്യാറുണ്ട്. അതിൽ മാഗ്നറ്റും കൂടി ഉൾപ്പെടുന്നതാണത്. അക്യുപങ്ക്ചർ, റിഫ്ലക്സോളജി എന്നിവയിൽ നിന്നും സുജോക്ക് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത്? അക്യുപങ്ക്ചർ ബേസിക്കലി നീഡിൽസ് ആണ്. പക്ഷേ സുജോക്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ പാം ആൻഡ് ഫീറ്റ് ആണ് കൂടുതലും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതിലെ പ്രഷർ പോയിന്റ്സ് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യാണ് വിത്ത് നമ്മൾ ഈ സുജോക്കിൽ ഉപയോഗിക്കുന്ന പ്രോബൊക്കെ യൂസ് ചെയ്തിട്ട് അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യിക്കുകയാണ്. പക്ഷെ അക്യുപങ്ക്ചർ ഇപ്പോൾ ഒരാൾ ഒരു ഹെഡ് ഏക്കുമായിട്ട് വരുവാണെങ്കിൽ നമ്മൾ ആ ഒരു ഹെഡിന്റെ എവിടെയൊക്കെയാണോ നമുക്ക് പോയിന്റ്സ് കൊടുക്കാൻ പറ്റുക അവിടെയാണ്. ഒരു എക്സാമ്പിൾ ഒരു ബാക്ക് പെയിൻ ഉള്ള പേഷ്യന്റ് നമ്മൾ ബാക്ക് പെയിനിന് വേണ്ടിയിട്ടുള്ള കുറെ പോയിന്റ്സ് അവരുടെ ബാക്കിൽ തന്നെ ലോവർ ബാക്കിലാണ് എവിടെയാണെങ്കിൽ അതിനാണ് പോയിന്റ് കൊടുക്കുന്നത്. പക്ഷേ സുജോക്ക് അങ്ങനെയല്ല. സുജോക്കിൽ പാം അല്ലെങ്കിൽ ഫീറ്റിലൊക്കെയാണ് ഇത് കൊടുക്കുന്നത്. റിഫ്ലക്സോളജിയും ബേസ് ചെയ്തത് അത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ എവിടെയാണോ പേഷ്യന്റിന് പ്രോബ്ലം ഉള്ളത് ആ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടാണ് അക്യുപങ്ക്ചർ ആണെങ്കിലും റിഫ്ലക്സോളജി ആണെങ്കിലും വർക്ക് ചെയ്യുന്നത്. പക്ഷേ സുജോക്കിൽ മെയിൻ ആയിട്ട് ഫീറ്റ് ആൻഡ് പാം ആണ് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ സുജോക്ക് ഇപ്പൊ മാഡം പറഞ്ഞ പോലെ തന്നെ മെയിനായിട്ട് നമ്മൾ പാം ഫീറ്റും ആണ് ഇതുപോലെ യൂസ് ചെയ്യുന്നത്, നീഡിൽസ് പ്രിക്ക് ചെയ്യാനായിക്കോട്ടെ. പക്ഷെ അക്യുപഞ്ചറിൽ മെയിനായിട്ട് മെരീഡിയൻസ് എന്ന് പറയും. ഇപ്പോൾ എനർജി ഫ്ലോ ചെയ്യുന്ന ചാനൽസ് ആണ് മെരീഡിയൻസ് എന്ന് പറയുന്നത്. അപ്പം അതിലുള്ള പോയിന്റ്സ് കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നോക്കുന്നത്. പെയിൻ വരുന്ന കണ്ടീഷൻ, ഇപ്പോൾ ഓരോരോ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന പെയിനനുസരിച്ച് അത് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മെരീഡിയൻസിൽ പോയിന്റ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന തരത്തിലാണ് അക്യുപഞ്ചർ ചെയ്യുക. ഈ തെറാപ്പിയിൽ ഉപയോഗിക്കുന്ന ടൂളുകളും ടെക്നിക്കുകളും എന്തെല്ലാമാണ് ഒന്ന് വ്യക്തമാക്കാമോ? സുജോക്കിൽ നമ്മൾ പ്രിക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് പ്രോബ്, ജോക്കി എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ടൂൾ. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ കൈകളിലായിക്കോട്ടെ കാലുകളിലായിക്കോട്ടെ പ്രസ് ചെയ്ത് പെയിൻഫുൾ ആയിട്ടുള്ള ഏരിയ നോക്കുന്നത്. പിന്നെ അതേപോലെ ഈ പറയുന്ന പെയിൻഫുൾ കണ്ടീഷനിൽ ഒന്ന് ഹീൽ ചെയ്യാനായിട്ട് നമ്മൾ മാഗ്നറ്റ് അല്ലെങ്കിൽ നീഡിൽസ് യൂസ് ചെയ്യുന്നുണ്ട്.
സിലിണ്ടറിക്കൽ ഷേപ്പിലുള്ളതും അതേപോലെ റൗണ്ട് മാഗ്നറ്റ്സും കൂടി നീഡിൽസ് കൂടി ഇതേപോലെ തന്നെ. സുജോക്ക് ഉപയോഗിച്ച് നിർണ്ണയിക്കാൻ ബുദ്ധിമുട്ടായിട്ടുള്ള രോഗങ്ങൾ ഏതെല്ലാമാണ്? ഇത് ഉപയോഗിച്ച് നമുക്ക് മെയിനായിട്ട് ബ്ലഡ് ഡിസോർഡേഴ്സ് ഒന്നും നമുക്ക് അങ്ങനെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റില്ല. അതേപോലെ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസോർഡർ ഇല്ല, നമ്മുടെ ഒബീസിറ്റി, ഹൈപ്പർ ടെൻഷൻ, അതേപോലെയുള്ളതൊന്നും നമുക്കിത് ഡയഗ്നോസ് ചെയ്യാൻ പറ്റില്ല. ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് കൂടുതലും ഈ ഡോക്ടർ ശ്രീരാഗ് പറഞ്ഞ പോലെ ബ്ലഡ് ഡിസോർഡേഴ്സ്, പിന്നെ അതിൽ തന്നെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആയ ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പിന്നെ ഹാർട്ട് ഡിസീസ് ഒക്കെ ആണെങ്കിലും നമുക്ക് ഈ ഒരു ഏരിയ വരുമ്പോഴേക്ക് പ്രിക്ക് ചെയ്യുമ്പോഴേക്ക് അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് നമുക്ക് അവിടെ പേഷ്യന്റിന് പ്രിക്ക് ചെയ്യുമ്പോൾ എന്തെങ്കിലും വേദന ഉണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ എന്നതൊക്കെ ബുദ്ധിമുട്ടുണ്ട് എന്ന് അവർക്ക് പറയാൻ രീതിയിൽ നമുക്ക് ആ പോയിന്റിൽ എന്തോ പ്രശ്നം ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാവും. അല്ലാതെ അത് ഒരു സെർട്ടൺ ഡിസീസ് ആണെന്ന് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമുക്കത് കിട്ടാറില്ല. പിന്നെ അതുപോലെ കിഡ്നി ഡിസീസ് ആണെങ്കിലും പിന്നെ ട്യൂമർ കണ്ടീഷൻസ്, അഡ്വാൻസ് സ്റ്റേജ് ഓഫ് ക്യാൻസർ കണ്ടീഷൻസ്, ഇതൊന്നും നമുക്ക് ഈ ഒരു സുജോക്ക് ഉപയോഗിച്ചുകൊണ്ട് ഡയഗ്നോസ് ചെയ്യാൻ പറ്റാത്ത കണ്ടീഷൻസ് ആണ്. സുജോക്കിനെ കുറിച്ച് വളരെ തെറ്റായ ധാരണകൾ സമൂഹത്തിലുണ്ടല്ലോ, അത്തരമൊരു അനുഭവം പങ്കുവെക്കാമോ? തെറ്റിദ്ധാരണകളല്ല, ഇതുകൊണ്ടൊരു പ്രത്യേകിച്ച് ഒരു ഗുണമൊന്നും ഇല്ലയെന്ന് വിചാരിക്കുന്നവരാണ് അധികം പേരും. പക്ഷേ ഇത് നമുക്കിവിടെ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഒരുപാട് പേരുടെ ഇതിന് റിസൾട്ട് നല്ല ഗുണം കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ സുജോക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്ന വഴിയും അതുപോലെ നമ്മൾ ഇത് വെച്ച് ഡയഗ്നോസ് ചെയ്യുമ്പോഴും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അവർ പറയാതെ തന്നെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇത് നമ്മൾ ചില കണ്ടീഷൻ, ഹെഡ് ഏക്ക് പോലത്തെ കണ്ടീഷനിലൊക്കെ നമ്മളിത് ഇതിലെ മാഗ്നറ്റ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഫിംഗറിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ അവർ നല്ല റിലീഫ് കിട്ടാറുണ്ട്. ഇതിപ്പോൾ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇവിടെ ഡോക്ടറിൻ്റെ കയ്യിൽ നമ്മളവിടെ മാഗ്നറ്റ് ഒട്ടിച്ചിട്ടുണ്ട് തലവേദനക്ക്. എനിക്ക് രാവിലെ മുതൽ നല്ല തലവേദനയായിരുന്നു. അപ്പോൾ തലവേദനക്ക് ഒരു മാഗ്നറ്റ് വെച്ചതുകൊണ്ട് ഇപ്പോൾ നല്ല റിലീഫ് ഉണ്ട്. സുജോക്ക് ഉപയോഗിച്ച് രോഗനിർണയം നടത്തിയപ്പോൾ മറക്കാനാവാത്ത പല നിമിഷങ്ങളും താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ? അത്തരം ഒരു അനുഭവം പങ്കുവെക്കാമോ? അങ്ങനെയൊന്നും പറയാനുള്ളത് ഒരു 2 വർഷം മുന്നെയാണ്. ഒരു ലേഡി ഇവിടെ വന്നപ്പോൾ നമ്മൾ ഇതുപോലെ സുജോക്ക് വെച്ചിട്ട് പാമിൽ പ്രിക്ക് ചെയ്ത് നോക്കി. അപ്പോൾ അവരുടെ യൂട്രസിന്റെ ഏരിയയിൽ എത്തിയപ്പോഴേക്കും അവർ കുറച്ച് പെയിൻഫുൾ ആണെന്ന് പറഞ്ഞു. അതിന്റെ ബേസിൽ നമ്മൾ കുറേ കാര്യങ്ങൾ അവരോട് ചോദിച്ചപ്പോഴേക്ക് അതിന്റെ ഇവിടെ വരുന്നതിന്റെ ഒരു 1.5 month മുന്നേ ആണ് അവർക്ക് അബോർഷൻ ആയതും കംപ്ലീറ്റ് ആയിട്ട് അത് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ പ്രിക്ക് ചെയ്തപ്പോഴേക്ക് യൂട്രസിന്റെ ഏരിയയിൽ ചെറുതായിട്ടൊരു വിഷമം അവർ പറഞ്ഞപ്പോഴേക്ക് വീണ്ടും നമ്മളത് ചോദിച്ചപ്പോഴേക്ക് ഇപ്പൊ കുഴപ്പമില്ല, കംപ്ലീറ്റ് ക്ലിയർ ആയി എന്ന് അവർ പറഞ്ഞത്. പക്ഷേ ഫാസ്റ്റിംഗ് എടുത്തിട്ട് ഒരു 5ാമത്തെ ദിവസം ആയപ്പോഴേക്ക് ഒരു ഈവനിങ് സമയത്ത് അവരുടെ വയറാകെ ഗ്യാസ് കയറിയ പോലെ വീർത്ത് ഭയങ്കര ബുദ്ധിമുട്ടായി. പുള്ളിക്കാരിക്ക് ഭയങ്കര പെയിൻഫുൾ കണ്ടീഷനായി. അവസാനം ഇവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു. ഞങ്ങൾക്ക് ഷിഫ്റ്റ് ചെയ്ത് ഒന്നും കൂടി സ്കാൻ ചെയ്ത് നോക്കിയപ്പോഴേക്ക് അബോർഷൻ കഴിഞ്ഞതിന്റെ റെസിഡ്യൂ അതിനകത്ത് ബാക്കി ഉണ്ടായിരുന്നത് കൊണ്ട് ഫാസ്റ്റിംഗ് ടൈമിൽ അത് പുറന്തള്ളാൻ വേണ്ടിയിട്ട് ബോഡി ആയിട്ട് ഒരു ഹീലിംഗ് പ്രോസസ്സ് പോലെ ഭയങ്കരമായിട്ട് വയറ് വീർത്ത് വരുന്ന ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട്. അതാണ് നമ്മൾ പറയുവാണെങ്കിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിട്ട് എനിക്ക് തോന്നി.